ഞങ്ങൾ എത്രയോ പ്രവർത്തകരെ കൊന്ന പാർട്ടിയല്ലേ CPM. എനിക്കത് ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ടോ എനിക്കൊരു വലിയൊരു ജീനിയസ് ഐഡിയ വന്നാൽ CPMന്റെ ഒപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം തല്ലാൻ വരുന്നത് പ്രശാന്തായിരിക്കും. ഇത് സാധിക്കില്ല എന്ന്. ഇത് നമ്മളുടെ പാർട്ടീൻ്റെ ഐഡിയോളജീൻ്റെ 100% ഓപ്പോസിറ്റ് അല്ലേ ഇവർ. എങ്ങനെ ഞങ്ങൾ ഇവരൊപ്പം പ്രാവശ്യം ചെയ്യും? അല്ല, അപ്പോൾ എന്താണ് അഭിപ്രായം? ഞങ്ങൾ രണ്ട് പാർട്ടീൻ്റെ B ടീമാണെന്നോ ഞങ്ങൾ? ഇത് നിങ്ങളെല്ലാം വലിയ എക്സ്പീരിയൻസ്ഡ് റിപ്പോർട്ടേഴ്സാണ്, മാധ്യമ സുഹൃത്ത് എത്രയോ പൊളിറ്റിക്കൽ നോളജുള്ള വ്യക്തികളാണ്. നമ്മൾക്ക് ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സാമാന്യ ബുദ്ധിയുള്ള വ്യക്തിയാണ്. ഇത് ശ്രദ്ധ തിരിക്കാനല്ലേ, വിഡ്ഢിയാക്കാനല്ലേ പറഞ്ഞ്? ഞങ്ങളാണോ തീരുമാനിക്കേണ്ടത് CPMന്റെ ആരാ സ്ഥാനത്ത്? ഇത് എന്താണ് പറയുന്നത്? CPMഉം BJP തമ്മിൽ ഏത് ലോകത്തിലാണ് അണ്ടർസ്റ്റാൻഡിങ്? ഞങ്ങൾ എത്രയോ പ്രവർത്തകരെ കൊന്ന പാർട്ടിയല്ലേ CPM. എനിക്കത് ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ടോ എനിക്കൊരു വലിയൊരു ജീനിയസ് ഐഡിയ വന്നാൽ CPMന്റെ ഒപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം തല്ലാൻ വരുന്നത് പ്രശാന്തായിരിക്കും. ഇത് സാധിക്കില്ല എന്ന്. ഇത് നമ്മളുടെ പാർട്ടീൻ്റെ ഐഡിയോളജീൻ്റെ 100% ഓപ്പോസിറ്റ് അല്ലേ ഇവർ. എങ്ങനെ ഞങ്ങൾ ഇവരൊപ്പം പ്രാവശ്യം ചെയ്യും? ഇതെല്ലാം ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. ഇത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ്. തോൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ 14, 19, 24 ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ഒന്ന് പഠിച്ചു നോക്കൂ. തോൽക്കുന്ന ഒരു ഭയം വരുമ്പോൾ 10-12 ദിവസം മുമ്പ് അവർ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കും. വികസനത്തെക്കുറിച്ചല്ല. എന്തുകൊണ്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടി 3 സംസ്ഥാനത്തിൽ ഭരിക്കുന്നുണ്ടല്ലോ, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്. അവിടെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ 5 കൊല്ലത്തിൽ ചെയ്തു എന്തുകൊണ്ട് പറയുന്നില്ല? 10 കൊല്ലം UPA സർക്കാരിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. ഞങ്ങൾ ഭരിച്ചപ്പോൾ 8 മന്ത്രിമാർ ഇതെല്ലാം ചെയ്തു എന്ന് പറയാൻ ധൈര്യമില്ല. പറയണ്ടേ? ഇലക്ഷൻ്റെ സമയത്ത് ഇതല്ല പറയണ്ടേ? എൻ്റെ വീട്, എൻ്റെ ഇൻകം ടാക്സ്, എൻ്റെ മോട്ടോർ സൈക്കിൾ, എൻ്റെ വൈഫിൻ്റെ ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ധൈര്യമില്ല ഇവർക്ക്. ഞാൻ പറയല്ലേ, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. ഇവർക്ക് പഴയ രാഷ്ട്രീയം ചെയ്യാനാണ് ആഗ്രഹം. വിവാദം സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് എങ്ങനെയെങ്കിലും പവർ പിടിക്കുക. ഞങ്ങളത് സമ്മതിക്കില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു 40% വിവാദമായിക്കോട്ടെ, നിങ്ങളെല്ലാം കവർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഹെഡ്ലൈൻ കിട്ടും, ബൈറ്റും കിട്ടും, ന്യൂസ് ക്ലിക്ക് ബൈറ്റും കിട്ടും. പക്ഷെ 60% ഞങ്ങൾ നിർബന്ധിച്ച് നാടിൻ്റെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കും. എന്തോ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? ഞങ്ങൾ ഫാക്ടറാവും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭരിക്കും. ഞങ്ങളുടെ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് മാറ്റം വേണം. ആ മാറ്റം BJP NDA ആണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.